एक और आशीषित समय मिलने के लिए परमेश्वर को हम धन्यवाद देते हैं। നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. इन दिनों में हम परमेश्वर की इच्छा के अनुसार प्रार्थना के बारे में सीखते आ रहे हैं। കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു നിർത്തിയത് 13-ാം വാക്യത്തിൽ നിന്നാണ്. 6-ാം അധ്യായം മാത്യു 6:13. पिछले हफ्ते हमने मत्ती 6 के 13वें वचन से सीखा था। അവിടെ എഴുതിയിരിക്കുന്നു, ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. वहां लिखा है, हमें परीक्षा में न ला परंतु बुराई से बचा। സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച സകല വ്യക്തികളും പരീക്ഷിക്കപ്പെടുന്നവരാണ്. भाइयों, इस धरती पर मनुष्य के रूप में जन्म लेने वाला हर एक व्यक्ति परीक्षा से गुजरता है। ഈ ഭൂമിയിലെ ഭൗതിക ജീവിതത്തിൽ നോക്കിയാൽ പരീക്ഷ പാസ്സാകാതെ ഒരു പ്രൊമോഷനോ ഒരു ജോലിയോ നമുക്ക് കിട്ടത്തില്ല. इस पृथ्वी पर की जिंदगी को अगर देखें, परीक्षा पास किए बिना कोई प्रमोशन या फिर कोई नौकरी नहीं मिल सकती है। അതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിലും പരീക്ഷ പാസ്സാകാതെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വഴിയിൽ നമുക്ക് ഉപയോഗിക്കപ്പെടുവാൻ പറ്റത്തില്ല. बिल्कुल वैसा ही आत्मिक जिंदगी में है। आत्मिक जिंदगी में भी परीक्षा में पास हुए बिना परमेश्वर जैसे चाहता है वैसे हम इस्तेमाल नहीं हो सकते हैं। എന്നെ കേൾക്കുന്ന ദൈവദാസിമാരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് കർത്താവിന്റെ കരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടണമെന്ന്. परमेश्वर के दासों दासियों, मेरी बात को जो आप सुन रहे हैं, आपके मन में बड़ी इच्छा है कि परमेश्वर बड़ी सामर्थ्य के साथ मुझे अपने हाथों में लेकर इस्तेमाल करे। അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് വലിയ വലിയ നിലകളിൽ എത്തണമെന്നും വലിയ വലിയ ജോലികൾ കിട്ടണമെന്നും വലിയ വലിയ രീതിയിൽ ജീവിക്കണമെന്നും. इस दुनिया में हर एक इंसान की कोई ना कोई इच्छा होती है। कोई कहता है मुझे बड़ी से बड़ी नौकरी मिले, कोई कहता है मुझे बड़ी से बड़ी ज्यादा से ज्यादा सफलता मिले, मैं जिंदगी में ज्यादा से ज्यादा ऊंचाई पर आगे बढ़ूं। അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളവരെല്ലാവരും ആ നിലയിൽ എത്താറില്ലല്ലോ. पर जितनों के अंदर ऐसी इच्छा होती है वो सबके सब तो उन जगहों पर नहीं पहुंचते हैं। കാരണം അതിനൊരു വില കൊടുക്കണം, അതിന് പരീക്ഷകൾ പാസ്സാക്കണം, പഠിക്കണം, അതിന് അധ്വാനം ചെയ്യണം. എങ്കിൽ മാത്രമേ അവർ ആഗ്രഹിക്കുന്ന ഒരു വഴിയിൽ അവർക്ക് എത്താൻ പറ്റുകയുള്ളൂ. क्योंकि उसके लिए परीक्षा में पास होना जरूरी है, मेहनत करना जरूरी है, उसमें आगे बढ़ना जरूरी है। केवल तभी वो अपनी इच्छा अनुरूप उस स्थान की ओर आगे बढ़ सकते हैं। അതുപോലെ തന്നെയാണ് ആത്മീക ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന വണ്ണം ഉയരുവാൻ കഴിയണമെങ്കിൽ, ദൈവഹിതപ്രകാരം നമുക്ക് അധികം ഉപയോഗിക്കപ്പെടുവാൻ കഴിയണമെങ്കിൽ, സഹോദരങ്ങളെ, ആഗ്രഹം മാത്രം പോരാ, അതിനുവേണ്ടി ഒരു അധ്വാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ദൈവം പറഞ്ഞു തന്നിരിക്കുന്ന ചില വഴികൾ നാം പഠിക്കേണ്ടതായിട്ടുണ്ട്. वैसा ही आत्मिक जिंदगी में, अगर आप आत्मिक जिंदगी में उन्नति पाना चाहते हैं, परमेश्वर के हाथों में अगर आप इस्तेमाल होना चाहते हैं, तो उसके लिए सिर्फ इच्छा होना काफी नहीं है। परमेश्वर ने हमें जो रास्ते दिखाए हैं उन रास्तों पर हमें चलना जरूरी है, उसके लिए मेहनत करना जरूरी है। ആഗ്രഹം ഉള്ളത് തന്നെ ഒരു ശ്രേഷ്ഠമായ അനുഗ്രഹമാണ്. കാരണം ആഗ്രഹമില്ലാത്ത എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്. इच्छा होना भी अपने अपने आप में एक बहुत अच्छी, एक बहुत बड़ी बात है, क्योंकि ऐसे बहुत सारे लोग इस दुनिया में हैं जिनके मन में ऐसी इच्छा नहीं है। ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നു, ഇച്ഛിക്കുക എന്നതും നിവർത്തിക്കുക എന്നതും തിരുവുള്ളമുണ്ടായി പിതാവാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ആഗ്രഹം നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നതെന്ന് തന്നെ സ്വർഗത്തിന്റെ കൃപയാണ്. കാരണം ആ വഴിയിൽ നമ്മളെ എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. फिलिपियो 2 अध्याय में वचन हमें ये सिखाता है कि इच्छा करना, लालसा करना और उसे पूरा करना, वो स्वर्ग का जो हमारा पिता परमेश्वर है, वो हमारी जिंदगी में पूरा करता है। तो वही हमारे दिलों में इच्छाएं देता है और वही उसको पूर्णता की ओर लाने वाला परमेश्वर है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ദൈവദാസീദാസന്മാരായിക്കൊള്ളട്ടെ, വിശ്വാസികളായിരിക്കുന്ന സഹോദരങ്ങളായിക്കൊള്ളട്ടെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ക്ഷണികമായ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം എനിക്ക് ഉയരുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇന്നത്തെ രാത്രി ഈ വചനം, ശക്തമായ വചനം ഹൃദയത്തിന്റെ ഉള്ളിൽ സ്വീകരിക്കേണ്ടതാണ്. आप चाहे परमेश्वर के दास हो, दासी हो या एक विश्वासी हो, अगर आपके मन में ये इच्छा है कि मुझे जो छोटी सी जिंदगी इस दुनिया में मिली है उसमें मुझे प्रभु की इच्छा के अनुसार आगे बढ़ना है, उसके हाथों में इस्तेमाल होना है, अगर ऐसा कोई सोचता है तो आज के इस वचन को आप ध्यान से सुनिएगा।
കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടതിന്റെ ശേഷം ഭാഗമാണ് നമ്മൾ പഠിക്കുന്നത്. പരീക്ഷ എന്താണ്, പരീക്ഷയെ എങ്ങനെ അതിജീവിക്കണം, പരീക്ഷ എങ്ങനെ പാസ്സാകണം എന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. पिछले हफ्ते हमने जो सीखा उसके आगे का हिस्सा हम देखने जा रहे हैं कि परीक्षा क्या है, परीक्षा में हम कैसे विजयी हो सकते हैं, उसमें कैसे पास हो सकते हैं, उन चीजों को हम देखने जा रहे हैं. പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഓരോ വിഷയങ്ങളുടെ മുമ്പിൽ തോറ്റു പോകുന്നവരാ. मुझे सुनने वाले लोग शायद एक एक विषय में, एक एक बात में हारते हुए आगे बढ़ने वाले लोग हैं. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വകാര്യ ജീവിതത്തെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥതയോടെ ഹോണസ്റ്റ് ആയിട്ടൊന്ന് പരിശോധിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനേക തോൽവികൾ അനുദിനം നേരിടുന്നുണ്ട് എന്നുള്ളത് സത്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. अगर आप अपनी निजी जिंदगी को ईमानदारी से जांचेंगे तो आप इस सच्चाई को पाएंगे कि आप हर दिन अपनी जिंदगी में अलग अलग तरह की हार का सामना कर रहे हैं. മറ്റുള്ളവർ അറിയരുതെന്നും മറ്റുള്ളവർ കാണരുതെന്നും മറ്റുള്ളവർ എന്നെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കരുതെന്നും ആഗ്രഹിക്കുന്ന പല തോൽവികളും പല ബലഹീനതകളും മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. इंसानों के रूप में हमारी जिंदगी में ऐसी बहुत सी कमजोरियां होती हैं, हार होती हैं, जिनके बारे में हम सोचते हैं कि दूसरे व्यक्ति को इसका पता नहीं चलना चाहिए, उसकी नजरों में ये बात नहीं आनी चाहिए, उसके मन में मेरे बारे में ऐसा विचार नहीं आना चाहिए. പലപ്പോഴും ഈ വിഷയങ്ങളെ കുറിച്ച് പ്രസംഗിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഫോഴ്സ്ഡാകാറുണ്ട്, നമ്മളതിന് നിർബന്ധിതരാകാറുണ്ട്. എന്നാൽ പലപ്പോഴും പ്രസംഗിക്കുന്ന വ്യക്തികൾ പോലും അവരുടെ സ്വന്തം ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി തോറ്റുകൊണ്ടിരിക്കുന്നവരാ. बहुत बार ऐसे विषयों पर हम मजबूरीवश प्रचार करते हैं, पर अक्सर ऐसा होता है कि प्रचार करने वाले ज्यादातर लोग उन्हीं कमियों में, कमजोरियों में हारने वाले लोग होते हैं. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒരുപോലെ ഈ വിഷയങ്ങളിൽ ജയം പ്രാപിച്ചേ മതിയാകൂ. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ കർത്താവിന്റെ ഹിതത്തിൽ നമുക്ക് ഉപയോഗിക്കപ്പെടുവാനായിട്ട് പറ്റൂ. पर मेरे भाइयों और बहनों, इन बातों पर, इन विषयों में हमें जीतना जरूरी है. केवल तभी हम प्रभु के हाथों में इस्तेमाल हो सकते हैं. നമ്മൾ വായിച്ച വചനം ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ എന്നാണ്. हमने जो वचन पढ़ा वो ये है कि हमें परीक्षा में न ला, परंतु दुष्ट से या बुराई से बचा. പരീക്ഷയിൽ അകപ്പെടുമ്പോഴാണ് നമ്മൾ എത്രമാത്രം ബലഹീനരാണെന്നും നമ്മൾ എത്രമാത്രം ദൈവത്തിന്റെ ആശ്രയം ആവശ്യമുള്ളവരാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. परीक्षा में पढ़ने पर ही हमें इस सच्चाई का पता चलता है कि हम कितने कमजोर हैं और हमें कितना ज्यादा हमारे प्रभु पर निर्भर रहने की जरूरत है. പരീക്ഷയിൽ തോറ്റുപോകുമ്പോഴാണ് നമ്മൾ ബ്രോക്കൺ ആവുന്നത്. परीक्षा में हारने पर हम टूटते हैं. പലപ്പോഴും കർത്താവ് നമ്മളെ പരീക്ഷയിൽ തോൽക്കുവാനായിട്ട് അനുവദിക്കും. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ബലഹീനരാണെന്നും തന്നെ കൂടാതെ നമുക്കൊരു ജീവിതമില്ലെന്നുള്ള സത്യം നമ്മളെ പഠിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. बहुत बार प्रभु हमें परीक्षा में इसलिए हारने देता है ताकि हम इस सच्चाई को समझ सकें कि हम कमजोर हैं और प्रभु के बिना हमारे लिए कोई जिंदगी नहीं है. കഴിഞ്ഞ ആഴ്ച കേട്ട വചനത്തിൽ പത്രോസ് തോൽക്കുവാൻ ദൈവം അനുവദിക്കുന്നത് നമ്മൾ കേട്ടു. പൗലോസ് തോൽക്കുന്നത് ദൈവം അനുവദിച്ചത് എങ്ങനെയാണെന്ന് കേട്ടു. കാരണം ശക്തന്മാരായി ദൈവത്തിന്റെ ദാസന്മാരെ പിൽക്കാലത്ത് ഉപയോഗിക്കുവാൻ തക്കവണ്ണം അവരുടെ തോൽവി ആവശ്യകരമായിരുന്നു. पिछले हफ्ते में हमने सुना कि कैसे पतरस को प्रभु हारने देता और कैसे पौलुस की जिंदगी में हार आती है. वो इसलिए ताकि आने वाले दिनों में वो बड़ी सामर्थ के साथ अपने दासों को इस्तेमाल करे, इसके लिए वो उनकी जिंदगी में हार आने देता है. സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതും നമ്മൾ നോക്കി പാർത്തിരിക്കുന്നതും നമ്മുടെ മരണശേഷം സ്വർഗത്തിൽ ദൈവത്തോടുകൂടെ വസിക്കുവാനുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. भाइयों, हम सबकी इच्छा है और हम इसी की उम्मीद और इंतजार में हैं कि हमारी मृत्यु के बाद हम स्वर्ग में परमेश्वर के साथ रहें. സ്വർഗം എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞ പരിശുദ്ധമായ സ്ഥലമാണ്. അവിടെ പാപമില്ല. स्वर्ग एक ऐसी जगह है जो अति पवित्र है, वहां पर पाप नहीं है. പാപത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി, പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, പാപത്തോട് എതിർത്ത് നിൽക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും സ്വർഗത്തിൽ വസിക്കുവാൻ കഴിയില്ല. पाप से प्रेम करने वाला व्यक्ति, पाप में जीने वाला व्यक्ति, पाप का विरोध न करने वाला व्यक्ति स्वर्ग में नहीं जी सकता. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ എത്തണമെന്നും കർത്താവിനോട് വസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ പാപത്തോടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. इसीलिए जो व्यक्ति स्वर्ग में पहुंचना चाहता है, जिसकी प्रभु के साथ रहने की इच्छा है, उसे अपने दिल में हमेशा पाप से लड़ते रहने की जरूरत है.
പലപ്പോഴും ഈ പാപത്തെ ജയിക്കുവാൻ തക്കവണ്ണം ഈ മാനുഷിക ശരീരത്തിൽ നമുക്ക് കഴിയാതെ വരുന്നുവെങ്കിലും ഉള്ളിൽ നമ്മുടെ ആഗ്രഹം ഇതാണ്, ഈ പാപത്തെ എനിക്ക് ജയിച്ചേ മതിയാകൂ. बहुत बार इंसानी शरीर में हम पाप पर जीत नहीं पाते, पर हमारे दिल की गहराई के अंदर की इच्छा यही है कि हमें इस पर जीतना है, इस पर विजयी होना है। ഒരു ക്ലാസ്സിൽ പലതവണ തോറ്റുപോയ ഒരു കുട്ടി ഒരു ക്ലാസ്സിൽ ഉണ്ടെന്നൊന്ന് കരുതിക്കേ, പക്ഷെ ആ കുട്ടി തോൽക്കുന്നുണ്ടെങ്കിലും അവന്റെ ജീവിതത്തിന്റെ ആഗ്രഹം എന്നെങ്കിലും എനിക്കൊന്ന് ജയിച്ചേ മതിയാകൂ എന്നുള്ള ആഗ്രഹമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ അവൻ ആ ക്ലാസ്സിൽ ജയിച്ചിരിക്കും. मान लीजिए कि कोई बच्चा एक ही क्लास में बार बार फेल हो जाता है, वो बार बार फेल जरूर हो रहा है, पर उसके दिल की इच्छा है कि मुझे इसमें पास होना है, और अगर उसके दिल की इच्छा ये है तो आज नहीं तो कल वो इस क्लास में जरूर पास होगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ട്രൂ ഹോളിനെസ് ഈസ് ദ റിസൾട്ട് ഓഫ് എ ബാറ്റിൽ. मुझे सुनने वाले भाइयों, सच्ची पवित्रता एक लड़ाई का परिणाम है, युद्ध का परिणाम। ആ യുദ്ധം ചെയ്യുവാൻ തയ്യാറാകാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും വിശുദ്ധ ജീവിതത്തിലേക്ക് വരുവാനായിട്ട് കഴിയത്തില്ല. जो व्यक्ति उस युद्ध को नहीं लड़ना चाहता, वो कभी भी पवित्र जिंदगी की ओर नहीं आ सकता। ഇന്ന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന പ്രസംഗങ്ങളായിക്കൊള്ളട്ടെ, ദൈവദാസന്മാരെന്ന് പറയുന്നവരുടെ ശുശ്രൂഷകളായിക്കൊള്ളട്ടെ, അതിനകത്തെന്നും തന്നെ പലയിടത്തും ഒരു 95% വിശുദ്ധിയെക്കുറിച്ചോ വേർപാടിനെ കുറിച്ചോ പാപത്തെക്കുറിച്ചുള്ള ജയത്തെക്കുറിച്ചോ ഒന്നും നമ്മൾ പ്രസംഗിച്ച് കേൾക്കാറില്ല. हमारे चारों ओर के प्रचारों पर आप एक नजर डालिए, जो खुद को परमेश्वर के दास कहते हैं उनकी सेवकाइयों पर आप नजर डालिए, उनमें से 95% में आपको पवित्रता के बारे में, अलगताई के बारे में, एक पवित्र जिंदगी, पाप का विरोध करना, उससे दूर रहना, इसके बारे में आपको कुछ भी सुनने को नहीं मिलेगा। നമ്മൾ കേൾക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭൂമിയിൽ എങ്ങനെ നമുക്ക് വലിയവനാകാൻ പറ്റും, എങ്ങനെ ഈ ഭൂമിയിൽ സമൃദ്ധി ഉള്ളവനാകാൻ പറ്റും, എങ്ങനെ ഈ ഭൂമിയിൽ സമ്പന്നനാകാൻ പറ്റും, കംഫർട്ടബിൾ ആയിട്ട് ലക്ഷറീസ് ആയിട്ടൊരു ജീവിതം നമുക്ക് എങ്ങനെ ജീവിക്കുവാൻ കഴിയും, അങ്ങനെയുള്ള വഴികളാണ് നമ്മൾ അവരിൽ നിന്ന് കേൾക്കുന്നത്. हमें उनसे क्या सुनने को मिलता है कि हम इस दुनिया में कैसे बड़े बन सकते हैं, हम इस दुनिया में कैसे धनवान बन सकते हैं, हम इस दुनिया में कैसे संपन्न बन सकते हैं, कैसे इस दुनिया में हम आरामदायक और विलासिता की जिंदगी जी सकते हैं, ये सब हमें सुनने को मिलता है। അടുത്ത പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ ആ ആളിന്റെ അടുത്ത് എന്നിട്ടൊന്ന് ചോദിച്ചേ, ദൈവദാസ, ഈ ഭൂമിയിലുള്ളതല്ലേ നിങ്ങൾ പറയുന്നത്, സ്വർഗത്തിലെത്തുവാനുള്ള വഴി എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്നൊന്ന് ചോദിച്ചേ. अगली बार अगर कोई ऐसा प्रचार आपको सुनने को मिले तो उस परमेश्वर के दास में के पास में जाकर पूछिएगा, हे परमेश्वर के दास, आप तो धरती पर की बातें बता रहे हैं, आप हमें ये बताइए कि स्वर्ग में पहुंचने का रास्ता क्या है, उसका तरीका क्या है। കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമിയിൽ ഇന്നല്ലേ നാളെ ഞങ്ങൾ മരിച്ചു പോകും, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം നേടിയതൊക്കെ ഞങ്ങൾ ഇവിടെ വിട്ടിട്ട് പോകും, പക്ഷെ ഞങ്ങൾ പോകുന്ന സ്ഥലം എങ്ങനെയാണെന്നും അവിടേക്ക് പോകുവാനുള്ള വഴി എന്താണെന്നും ഞങ്ങൾ അതിനുവേണ്ടി എങ്ങനെ തയ്യാറെടുക്കണമെന്നും നിങ്ങളൊന്ന് പറഞ്ഞു തന്നേ. क्योंकि इस दुनिया से आज नहीं तो कल हमें जाना पड़ेगा। जब हम इस दुनिया से जाएंगे तो जो हमने कमाया वो सब छोड़ के जाना पड़ेगा। तो आप हमें ये बताइए कि जहां हमें जाना है वो जगह कैसी है, स्वर्ग कैसा है, वहां पहुंचने का रास्ता कैसा है, वहां पहुंचने के लिए हमारी तैयारी कैसी होनी चाहिए। സഹോദര സഹോദരി, ആ വ്യക്തിയുടെ മുഖത്തേക്ക് നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കാമെങ്കിൽ വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആ മനുഷ്യന്റെ മുഖം കുനിഞ്ഞു തന്നെ ഇരിക്കും. भाई और बहनों, अगर आप ऐसा सवाल किसी से पूछेंगे, उसके चेहरे की ओर ध्यान से देखना, मुझे पूरा भरोसा है कि उसका सिर आपके सामने झुक जाएगा। കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആ വ്യക്തി ജീവിക്കുന്നതും ഈ ലോകത്തിന് വേണ്ടിയാണ്. കാരണം സ്വർഗത്തേക്ക് പോകുവാനുള്ള വഴി എന്താണെന്ന് ആ വ്യക്തിക്ക് പോലും നിശ്ചയമില്ല. और इसका कारण ये है कि वो आदमी खुद इसी दुनिया के लिए जी रहा है, उसको खुद को ये पता नहीं है कि स्वर्ग में जाने का रास्ता या तरीका क्या है। സഹോദരങ്ങളെ, ഇതെല്ലാം കാണുകയും ഇതെല്ലാം കേൾക്കുകയും ചെയ്തത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ഇതൊക്കെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. भाइयों और बहनों, बहुत बार ये सब कुछ देखने और सुनने के कारण हमारी मसीही जिंदगी पर ऐसी बातों का बहुत ज्यादा असर पड़ता है। അതുകൊണ്ട് ഈ സത്യവചനത്തിന്റെ മുമ്പാകെ നിങ്ങൾ ഇരിക്കുമ്പോൾ സഹോദരങ്ങളെ, കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: കർത്താവെ, അങ്ങ് വെറുക്കുന്നതിനെയൊക്കെ വെറുക്കുവാനും അവിടുന്ന് സ്നേഹിക്കുന്നതിനെയൊക്കെ സ്നേഹിക്കുവാനും എനിക്ക് കൃപ തരണമേ. इसीलिए भाइयों, जब आप इस सच्चे वचन के सामने बैठे हैं तो आप प्रभु से ये दुआ करें कि प्रभु, जिस बात से आप नफरत करते हैं उससे नफरत करने का, और जिस बात से आप प्रेम करते हैं उससे प्रेम करने का अनुग्रह मुझे दें। ഇന്നല്ലെങ്കിൽ നാളെ, ചില നാളുകൾക്ക് ശേഷം ഞാൻ ഈ ലോകം വിട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവിടെ എനിക്ക് ഇടമില്ല എന്നൊരു വാക്ക് കേൾക്കുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ ഇടയാകരുതേ.
कहीं ऐसा ना हो कि आज या कल जब मैं इस दुनिया को छोड़कर आपके पास में आऊं तो कहीं मुझे ये ना सुनने को मिले कि मेरे लिए वहां कोई जगह नहीं है। നിങ്ങൾ എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചാണ്, പീഡനങ്ങൾ സഹിച്ചാണ്, ഭയപ്പെട്ടാണ്, എന്തിനെയെല്ലാം വിട്ടിട്ടാണ്, ആരുടെയൊക്കെ മുമ്പിൽ പരിഹാസം സഹിച്ചിട്ടാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള ജീവിതം ജീവിക്കുന്നത്. അഥവാ നിത്യതയിൽ നിങ്ങൾക്ക് എത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര വലിയ നഷ്ടമായിരിക്കും സഹോദരങ്ങളെ. आप कितना ज्यादा सताव झेलकर, कितनी ज्यादा पीड़ाएं झेलकर, कितनों के सामने मजाक बनकर आप मसीही जिंदगी में आगे बढ़ रहे हैं, इतना सब कुछ झेलने के बाद में, कितना कुछ छोड़ने के बाद में अगर आप वहां नहीं पहुंच पाए तो वो आपके लिए कितना बड़ा नुकसान होगा। അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, ഈ ഹൃദയത്തിന്റെ ഉള്ളിൽ ഈ യുദ്ധമുള്ള വ്യക്തിക്ക് മാത്രമേ ആ വിശുദ്ധ ജീവിതത്തിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് കഴിയുകയുള്ളൂ. तो हम ये सोच रहे हैं कि जिस व्यक्ति के दिल के अंदर ये युद्ध चलता रहता है केवल वही पवित्र जिंदगी तक पहुंच सकता है। എപ്പോഴും നമ്മൾ മനസ്സിലാക്കണമേ, പിശാചാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് പലപ്പോഴും അറിയാം. നമ്മുടെ മുമ്പിലേക്ക് ടെംപ്റ്റേഷൻ കൊണ്ടുവരുന്നത്, പ്രലോഭനങ്ങൾ കൊണ്ടുവരുന്നത്, ലൗകിക ആഗ്രഹങ്ങൾ കൊണ്ടുവരുന്നത്, ജഡിക മോഹങ്ങൾ കൊണ്ടുവരുന്നത്, അത് പലപ്പോഴും പിശാചാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. हम अच्छी तरह से जानते हैं कि परीक्षाएं शैतान हमारे सामने लाता है, शारीरिक अभिलाषाएं, दुनियादारी की अभिलाषाएं, दुनिया का लोभ और मोह, ये शैतान हमारी जिंदगी में लेकर आता है। इस बात को हम अच्छी तरह से जानते हैं। പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ദൈവമക്കളെ വഴിതെറ്റിക്കുന്നവനാണ് പിശാചെങ്കിൽ എന്തുകൊണ്ട് ദൈവത്തിന് നേരത്തെ തന്നെ ഈ പിശാചിനെ നശിപ്പിച്ചുകൂടായിരുന്നോ? बहुत बार हम ये सवाल भी करते हैं कि अगर शैतान इस तरह से परमेश्वर के लोगों को नाश करता है तो फिर परमेश्वर ने उसका पहले ही निपटारा क्यों नहीं कर दिया। പിശാചിനെ നശിപ്പിക്കുന്ന ഒരു നാള് നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അത് വെളിപാട് പുസ്തകത്തിൽ നമുക്ക് പഠിക്കാം. പക്ഷേ കുറച്ച് നാളത്തേക്ക് പിശാചിനെ ദൈവം നിർത്തിയിരിക്കുന്നതിന് പിന്നിൽ അവിടത്തേക്ക് വലിയൊരു പദ്ധതിയുണ്ട്. शैतान को नाश करने का एक दिन आ रहा है, उसे हम प्रकाशित वाक्य की पुस्तक में देख सकते हैं, पर उसको कुछ समय तक जो परमेश्वर ने रखा है उसके लिए परमेश्वर की एक योजना है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എത്ര പേര് സ്വർണ്ണമൊക്കെ ഉപയോഗിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഈ ലോകത്തിലുള്ള മനുഷ്യർ പലരും ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നതാണ് സ്വർണം, പ്ലാറ്റിനം, വജ്രം എന്ന് പറയുന്ന സാധനങ്ങൾക്കൊക്കെ. मुझे नहीं पता आप में से कितने लोग सोने चांदी का इस्तेमाल करते हैं, पर इस दुनिया की जो सबसे कीमती चीजें हैं वो ये सोना है, प्लेटिनम है या फिर हीरा है। എത്ര വില കൂടിയ സ്വർണമാണെന്ന് പറഞ്ഞാലും അത് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ തീക്കകത്തൂടെ കടന്നുപോയേ പറ്റൂ. सोना चाहे कितना भी कीमती हो, अगर उसको शुद्ध करना है तो उसको आग में से गुजारना ही पड़ेगा। അത് എത്രമാത്രം ചൂടിനകത്ത് കൂടി തീ കത്തിക്കുന്നു അത്രമാത്രം അത് ശുദ്ധീകരണത്തിലേക്ക് പോകും. जितनी ज्यादा और तेज आग के अंदर से वो गुजरेगा उतना ही वो शुद्ध होगा। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പിശാചിന്റെ കൈകളിൽ പലപ്പോഴും പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അതിനകത്തൂടെ കടന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയാണെങ്കിൽ അതൊരു ശുദ്ധീകരണ പ്രക്രിയയിലൂടെയാണ് നമ്മളെ കർത്താവ് കടത്തിവിടുന്നതെന്ന് ഓർക്കുക. परमेश्वर के जनों, अगर परमेश्वर हमें शैतान के हाथों परीक्षा में से गुजरने देता है, उसकी अनुमति देता है, तो आप ये याद रखिएगा कि परमेश्वर हमें शुद्ध करने की प्रक्रिया में से गुजार रहा है। അത് നമ്മളോട് മാത്രമല്ല, തന്റെ പുത്രനായ കർത്താവായ ക്രിസ്തുയേശു ഈ ഭൂമിയിലായിരുന്ന സമയത്തും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് ശുശ്രൂഷ ചെയ്യുന്നതിന് മുമ്പ്, ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സർവശക്തനായ പിതാവായ ദൈവം അനുവദിച്ചുവെന്ന്. ये सिर्फ हमारी जिंदगी में नहीं, हम देख सकते हैं मत्ती 4 अध्याय में, लूका 4 अध्याय में, कि उसके पुत्र प्रभु यीशु मसीह की सेवकाई की शुरुआत से पहले परमेश्वर उसको परीक्षा की इजाजत देता, वो शैतान की परीक्षा में से गुजरता है। എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, അഭിഷേകത്തിന്റെ ശുശ്രൂഷ നിങ്ങളിലും എന്നിലും വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷകളെ നമ്മൾ ജയിച്ചേ മതിയാകത്തുള്ളൂ. സ്വകാര്യ ജീവിതത്തിലുള്ള ബലഹീനതകളുടെ മേൽ നമുക്ക് ജയം പ്രാപിച്ചേ മതിയാകുള്ളൂ. परमेश्वर के दासों और दासियों, अगर आप सामर्थी सेवकाई अपनी जिंदगी में करना चाहते हैं तो इन परीक्षाओं को झेलना ही पड़ेगा। अपनी निजी जिंदगी में अपनी कमियों कमजोरियों पर जीतना ही होगा। ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്ന വിഷയങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ബലഹീനതയുള്ള വിഷയങ്ങളിലല്ലേ പിന്നെയും നമ്മൾ തോറ്റുപോകുന്നത്? मैं एक सवाल आपसे पूछ रहा हूँ कि जिन बातों में हम कमजोर होते हैं, जो कमियां हमारे अंदर होती हैं, दिक्कतें जो हमारे अंदर है, क्या हम उन्हीं परीक्षाओं में बार बार नहीं पढ़ते हैं? ഇനി ഞാൻ കാണത്തില്ല, ഇനി ഞാൻ കേൾക്കത്തില്ല, ഇനി ഞാൻ ചെയ്യത്തില്ല, ഇനി ഞാൻ പറയത്തില്ലെന്ന് എത്രയോ തവണ കഴിഞ്ഞ നാളുകളിൽ തീരുമാനമെടുത്തതിലല്ലേ പിന്നെയും വീഴുവാൻ തക്കവണ്ണം ദൈവം അനുവദിക്കുന്നത് നമ്മളെ?
पिछले दिनों में पता नहीं कितनी ही बार जिन बातों के बारे में हमने निर्णय लिया कि मैं अब से नहीं देखूंगा, अब से नहीं सुनूंगा, अब से नहीं बोलूंगा, अब से नहीं करूंगा, लेकिन बार बार क्या हम उन्हीं परीक्षाओं में वापस नहीं गिर रहे हैं? ദൈവം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനെ വെറുക്കുവാൻ, ആ വീഴുന്ന വിഷയത്തെ വെറുക്കുവാൻ തക്കവണ്ണം ദൈവം ഉള്ളിന്റെ ഉള്ളിൽ ഒരു കൃപ തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ വീഴത്തില്ല. പക്ഷെ ദൈവം എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു കൃപ തന്ന് നമ്മളെ വീഴ്ത്താതിരിക്കുന്നത്? जिस बात में हम बार बार गिर रहे हैं, अगर हमारे दिल के अंदर परमेश्वर उस बात से एक नफरत का अनुग्रह हमें दे दे, तो हम फिर कभी उसमें नहीं गिरेंगे। पर परमेश्वर हमें एकदम से वो अनुग्रह न देकर गिरने क्यों देता है? കാരണം വീണുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ബലഹീനരാണെന്നും പ്രാർത്ഥനയുടെ ആവശ്യം എന്താണെന്നും ഉപവാസത്തിന്റെ ആവശ്യം എന്താണെന്നും ഈ പ്രത്യേക വിഷയത്തെ ജയിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ കൂടാതെ എനിക്ക് കഴിയുകയില്ല എന്നുള്ള സത്യവും മനസ്സിലാക്കുന്നത്. क्योंकि जब हम गिरते हैं केवल तभी हमें पता चलता है कि हम कमजोर हैं, प्रार्थना क्यों जरूरी है, उपवास क्यों जरूरी है, और हमें इस सच्चाई का भी पता चलता है कि इस खास परीक्षा में मैं परमेश्वर की मदद के बिना नहीं जीत सकता। സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ട്യൂഷന് വിടുന്നെന്ന് എനിക്ക് അറിയത്തില്ല. आप में से कितने लोग अपने बच्चों को ट्यूशन के लिए भेजते हैं, मुझे नहीं पता। നല്ലപോലെ പഠിക്കുന്ന വിഷയങ്ങൾക്ക് നമ്മൾ ആരെങ്കിലും ട്യൂഷന് വിടാറുണ്ടോ, അതോ തോറ്റുപോകുന്ന വിഷയങ്ങൾക്കാണോ ട്യൂഷന് വിടാറുള്ളത്? बच्चा जिस विषय में सबसे अच्छा है, क्या उस विषय की हम ट्यूशन बच्चे को लगवाते हैं, या फिर जिसमें वो कमजोर है या फेल होता है उसकी ट्यूशन लगवाते हैं? ഇപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് മനസ്സിലാകും എന്തുകൊണ്ടാണ് ബലഹീനമായ വിഷയത്തിൽ വീണ്ടും 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 ഞാൻ വീഴുന്നത്. അതിന്റെ അർത്ഥം സ്വർഗത്തിലെ ദൈവം ആ ബലഹീനമായ വിഷയത്തിൽ കൂടുതൽ 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 ട്യൂഷൻ തരികയാണ് നമുക്ക്. अब आपको शायद उत्तर मिल गया होगा कि आप बार बार जिस बात में कमजोर है उसमें क्यों गिरते हैं। इसलिए गिरते हैं क्योंकि स्वर्ग का परमेश्वर जिस बात में आपकी कमजोरी है उसमें आपको गिरने के द्वारा ज्यादा ट्यूशन दे रहा है। അതുകൊണ്ട് സഹോദരങ്ങളെ, വീണ്ടും 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 നാം തോറ്റു പോകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? കർത്താവിന്റെ പാദപീഠത്തിലേക്ക് കടന്നു വന്നിട്ട് പറ, കർത്താവേ, ഞാൻ വീണ്ടും വീണ്ടും തോറ്റു പോകുന്നു, എനിക്ക് ഈ വിഷയത്തിന്റെ മേൽ ജയിക്കുവാനുള്ള കൃപ തരണമേ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കണം. तो जब हम बार बार गिरते हैं तो हमें क्या करना चाहिए? हम प्रभु की उपस्थिति में आए और उसके सामने दिल की गहराई से रो रो कर कहे, प्रभु मैं बार बार इस बात में गिर रहा हूं, मुझे इसमें जीतना है। അത് ചിലപ്പോൾ കോപത്തിലായിരിക്കാം, വീണ്ടും വീണ്ടും നമ്മൾ കോപിക്കുന്നുണ്ടായിരിക്കാം, അല്ലെ മറ്റുള്ളവരോട് റിബലായിട്ട് സംസാരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മോഹിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ അരുതാത്തത് എന്തെങ്കിലും ഫോണിൽ കാണുന്നുണ്ടാകാം, അരുതാത്ത വ്യക്തികളുമായിട്ടുള്ള ചില ബന്ധങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ ലോകത്തോടുള്ള സ്നേഹമായിരിക്കാം, അല്ലെ അധികാരത്തിനുള്ള മോഹമായിരിക്കാം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ വലിയവനാകാനുള്ള ആഗ്രഹമായിരിക്കാം. അത് എന്തുമായിക്കൊള്ളട്ടെ, ഏതാണോ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും 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 തോൽവിയായി വരുന്നത്, ഒരു ദൈവ പൈതലിന് യോജിക്കാത്ത വഴിയായി വരുന്നത്, ആ വിഷയത്തിൽ നാം ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കൃപ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. वो हमारा गुस्सा हो सकता है हम बार बार गुस्सा करने वाले व्यक्ति हों, या फिर दूसरों के सामने बलवे के साथ उत्तर देने वाले व्यक्ति हों, या फिर हमारे अंदर लालच हो सकता है, या फोन पे या फिर किसी कुछ गलत चीजों को देखना हो सकता है, गलत तरह के रिश्ते हो सकते हैं, लोभ हमारे अंदर हो सकता है, दुनिया की चीजों के बारे में मोह हमारे अंदर हो सकता है। जिस चीज में हम बार बार गिरते हैं उस चीज के बारे में हमें प्रभु के सामने बताना है। നമുക്കറിയാം, എല്ലാ പാപത്തിന്റെയും തുടക്കം ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും പാപം ചെയ്തതാണ്. हम जानते हैं कि सारे पापों की जड़ शुरुआत उस समय हुई जब अदन की वाटिका में आदम और हव्वा ने पाप किया। ദൈവവചനത്തിൽ ആദ്യ പേജുകളിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആ തോട്ടത്തിന്റെ നടുവിൽ ഒത്തിരി വൃക്ഷങ്ങളുണ്ട്. അതിനകത്ത് 2 വൃക്ഷങ്ങളെ കുറിച്ച് പ്രത്യേകം പറയുന്നു. ഒന്ന് ട്രീ ഓഫ് നോളജ് ഫോർ ഗുഡ് ആൻഡ് ഈവിൾ, നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷം, മറ്റേത് ജീവന്റെ വൃക്ഷം. 2 വൃക്ഷങ്ങളുടെ പേര് പറയുന്നു. बाइबल के शुरुआती पन्नों में, उत्पत्ति के शुरुआती अध्यायों के अंदर हम देखते हैं कि परमेश्वर ने उनको अदन की वाटिका में रखा जहां पर बहुत सारे वृक्ष थे, पर उनमें से 2 वृक्षों का नाम खास तौर से बताया गया। एक तो भले और बुरे के ज्ञान का वृक्ष और दूसरा जीवन का वृक्ष। ആദമിന് ഏത് വൃക്ഷത്തിന്റെ ഫലം വേണമെങ്കിലും കഴിക്കാമായിരുന്നു. ദൈവം എന്നാൽ ഒരു വൃക്ഷം മാത്രമാണ് അവനെ തടഞ്ഞത്, അവനോട് ഫോർബിഡ് ചെയ്ത്. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവനോട് പറഞ്ഞു, നീ നന്മതിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. पर आदम किसी भी वृक्ष का फल खा सकता था, सिर्फ एक वृक्ष के फल के बारे में परमेश्वर ने उसको मना किया था। परमेश्वर ने आदम से ये कहा था कि तू भले और बुरे के ज्ञान के वृक्ष के
फल को न खाना, जिस दिन तू खाएगा उसी दिन मर जाएगा। നമുക്കറിയാം പിശാച് അവിടെ കടന്നു വന്നപ്പോൾ ദൈവം അത് അനുവദിച്ചു. ദൈവം നോക്കിയിരുന്നെങ്കിൽ പിശാച് അവിടെ കടന്നു വരാതിരിക്കാൻ തടയാൻ കഴിയുമായിരുന്നു. എന്നാൽ പിശാച് ആ തോട്ടത്തിലേക്ക് കടക്കുവാൻ ദൈവം അനുവദിച്ചു. അവൻ കടന്നു വന്നിട്ട് നമുക്കറിയാം ഹവ്വയെയും ആദമിനെയും നയിച്ചത് ഈ ദൈവം നോ പറഞ്ഞ വൃക്ഷത്തിങ്കിലേക്കാണ് നയിച്ചത്. हम जानते हैं कि शैतान वाटिका में आता है, परमेश्वर उसे आने देता है। अगर परमेश्वर चाहता तो शैतान को वो रोक सकता था, पर वो उसे आने देता। और हम ये देखते हैं कि जिस वृक्ष के फल के बारे में परमेश्वर ने मना किया था, उसी वृक्ष के फल की ओर शैतान आदम और हव्वा को ले जाता है। ഇവിടെ സ്വാഭാവികമായി രണ്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ദൈവം ആ വൃക്ഷം അവിടെ നട്ടില്ലായിരുന്നു എങ്കിൽ ആദം അത് കഴിക്കത്തില്ലായിരുന്നല്ലോ. രണ്ട്, ദൈവം പിശാചിനെ അതിലേക്ക് തോട്ടത്തിലേക്ക് കടക്കുവാൻ അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ പിശാച് അതിനകത്തേക്ക് വരത്തില്ലായിരുന്നല്ലോ. സ്വാഭാവികമായിട്ട് റാഷണൽ വേയിൽ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. यहाँ स्वाभाविक रूप से, तार्किक रूप से अगर आप देखें तो दो सवाल हमारे मन में आ सकते हैं कि अगर परमेश्वर ने वो वृक्ष वहां पे नहीं लगाया होता तो आदम उसका फल कैसे खाता। दूसरा, अगर परमेश्वर ने शैतान को रोक दिया होता तो वो वाटिका के अंदर आ नहीं पाता। സഹോദരങ്ങളെ, ഞാനിപ്പോ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വചനത്തിന്റെ ആഴങ്ങൾ എന്ന് പറയുന്നത് ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്യുന്നവർ, അല്ലെങ്കിൽ അതുപോലെ BTH MTH അല്ലെങ്കിൽ PhD ചെയ്യുന്ന ലെവലിലുള്ള സ്റ്റുഡൻസിനോട് സംസാരിക്കുന്ന വചനത്തിന്റെ ആഴങ്ങളാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലളിതമായി നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. भाइयों और बहनों, परमेश्वर के पवित्र आत्मा के द्वारा मैं जो आपके सामने इस समय बातें कर रहा हूँ, वो वचन की जो गहरी शिक्षा लेने वाले, पढ़ाई करने वाले जो लोग हैं, BTH MTH है, उससे ऊपर के लोग, वो जो पढ़ाई करते हैं, उस गहरे स्तर की वचन की बातें मैं पवित्र आत्मा में आपसे बात कर रहा हूँ। ഞാൻ ആ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് ഒന്ന് വരികയാണ്. എന്തുകൊണ്ട് ആ തോട്ടത്തിന്റെ നടുവിൽ ദൈവം ആവശ്യമില്ലാത്ത ഒരു മരം നട്ടു വളർത്തി? രണ്ട്, എന്തുകൊണ്ട് പിശാചിനെ ആ തോട്ടത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചു? तो मैंने दो सवाल पूछे कि परमेश्वर ने जिस वृक्ष की जरूरत ही नहीं थी उसको उस वाटिका में क्यों लगाया। दूसरा सवाल, परमेश्वर ने शैतान को उस वाटिका के अंदर आने क्यों दिया। ഒരു കാര്യം പറയട്ടെ സഹോദരങ്ങളെ, ദൈവം ഒരു കാര്യം നോ എന്ന് പറഞ്ഞു, എടുക്കരുതെന്ന് പറഞ്ഞു. എടുക്കരുതെന്ന് ദൈവം പറഞ്ഞുവെങ്കിൽ സാഹചര്യങ്ങൾ എത്ര അനുകൂലമായാലും ശരി, എത്രമാത്രം പ്രലോഭനങ്ങളായാലും ശരി, ഒന്നും മാത്രം ഓർത്താൽ മതി, എന്റെ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞതിനെ ഞാൻ ചെയ്യത്തില്ല. हमें बस एक बात समझनी है कि अगर परमेश्वर ने किसी बात के लिए हमें मना किया है, कुछ लेने से अगर मना किया है, तो माहौल चाहे कितना भी अनुकूल हो, चाहे परिस्थितियां कितनी भी हमें सही लगे, पर परमेश्वर ने जिसके लिए मना किया है उसे हमें नहीं करना है, नहीं लेना है। ഈ പരീക്ഷ നടന്നപ്പോഴാണ് ഒരു സത്യം മനസ്സിലായത്, ദൈവത്തിനോട് നോ പറയുവാൻ തക്കവണ്ണം ആദമിന് കഴിയുമായിരുന്നു എന്ന്. इस परीक्षा के होने के बाद इस सच्चाई का पता चला कि आदम परमेश्वर को भी ना कह सकता था। Holiness is a choice. पवित्रता एक चुनाव है। ദൈവം അവനോട് ചെയ്യരുതെന്ന് പറഞ്ഞു. സാഹചര്യങ്ങൾ അനുകൂലമായപ്പോൾ പിശാചിനോട് നോ പറയേണ്ടടുത്ത് അവൻ പിശാചിനോട് യേശു പറഞ്ഞു, ദൈവത്തോട് നോ പറഞ്ഞു. परमेश्वर ने उसे मना किया, लेकिन जब परिस्थितियां अनुकूल हुई तो शैतान को मना करने की बजाय शैतान को उसने हाँ किया और परमेश्वर को ना कह दिया। നിങ്ങളൊരു കാര്യം ഒന്ന് ചിന്തിച്ചേ. പിശാച് ഹവ്വയോട് വന്ന് സംസാരിച്ച സമയം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ദൈവം ഇത് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഹവ്വ പറയുന്നുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും പിശാച് വീണ്ടും സംസാരിച്ചു. വീണ്ടും എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ദൈവത്തെ പോലാകും. ഇതൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ദൈവത്തെ ഏറ്റവും കൂടുതൽ ഭയന്നിരുന്നുവെങ്കിൽ, ദൈവത്തോടു കൂടെയുള്ള വാസം അവർ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ, ആ ഫസ്റ്റ് കോൺവെർസേഷനിൽ തന്നെ ഹവ്വ നോ പറഞ്ഞ് പിശാചിനെ ആട്ടിപ്പായിക്കാമായിരുന്നു. उत्पत्ति 3 अध्याय में हम देख सकते हैं कि सर्प आकर या शैतान आकर हवा से बातचीत करता है कि क्या परमेश्वर ने तुमसे ऐसा कहा है। हवा कहते हैं हाँ कहा है। फिर वो आगे बातचीत जारी रखता है कि तुम मरोगे नहीं, तुम परमेश्वर के तुल्य हो जाओगे। अगर वो लोग, परमेश्वर का उनको भय होता, अगर परमेश्वर के साथ रहने की उनके दिल में इच्छा होती, तो हवा उसी समय शैतान को ना कह के उसे वहां से दुत्कार कर भगा सकती थी।
നമുക്ക് 3-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ ഹൗവ പഴം പറിച്ച് തിന്നത് മാത്രമല്ല, ആ പഴവും കൊണ്ട് അവൻ ആദമിന്റെ അടുക്കിലേക്ക് വന്നു. അവിടെ വെച്ച് ആദമിന് തന്റെ ഭാര്യയായ ഹൗവയെ വിലക്കാമായിരുന്നു. നിനക്കറിയത്തില്ലേ, ദൈവം നമ്മളോട് തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ എന്തിനു തിന്നു എന്ന് പറഞ്ഞ് ആദമിനെ ഹൗവയെ വിലക്കാമായിരുന്നു, പിശാചിനെ ശാസിച്ച് പുറത്താക്കാമായിരുന്നു. എന്നാൽ ഭാര്യയുടെ വാക്ക് കേട്ട് ഭാര്യയെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം ആദം എന്ത് ചെയ്തെന്നറിയാമോ? ഭാര്യയ്ക്ക് കൂട്ടുനിന്നു. आप देख सकते हैं कि हव्वा न सिर्फ खुद उस फल को खाती है, बल्कि वो फल लेकर अपने पति के पास में, आदम के पास में आती है। आदम अगर चाहता तो वो उसे मना कर सकता था, कह सकता था कि क्या तुझे नहीं पता परमेश्वर ने हमें ये फल खाने से मना किया है। वो शैतान को डांट कर वहां से भगा सकता था, पर उसने ऐसा नहीं किया। पत्नी की बात मानी, पत्नी को खुश करने के लिए परमेश्वर द्वारा मना किया गया फल वो लेकर खाता है। നിങ്ങൾക്കറിയാമോ, 3-ാം അധ്യായം താഴേക്ക് വായിച്ചു വരുമ്പോൾ ആദമിനെ ശപിക്കുന്ന സമയത്ത് ദൈവം അവനോട് പറഞ്ഞതെന്നറിയാമോ? നീ നിന്റെ ഭാര്യയുടെ വാക്ക് കേട്ട് എന്നെ അനുസരിക്കായികൊണ്ട് നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. और आगे के वचनों में 3रे अध्याय में हम देखते हैं, श्राप देते समय परमेश्वर आदम से कहता है, तूने जो अपनी पत्नी की बात मानी, इसलिए तेरे कारण ये पृथ्वी श्रापित है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യയെയും ഭർത്താവിനെയും ദൈവം ഒന്നിച്ചാക്കി വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? ഭാര്യ വേറൊരു വഴിയിലേക്ക്, ദൈവഹിതപ്രകാരം അല്ലാത്ത വഴിയിലേക്ക് കടക്കുകയാണെങ്കിൽ അവളെ ഭർത്താവ് നിയന്ത്രിക്കണം. ഭർത്താവ് മറ്റൊരു വഴിയിലേക്ക് കടന്നു പോകുന്നത് ഭാര്യ ശ്രദ്ധയിൽപ്പെട്ടാൽ അവൾ ഭർത്താവിനെ തിരുത്തണം. ഇതിനു വേണ്ടിയാണ് നമ്മെ ഒരു ശരീരമായി ഒരു കുടുംബത്തിലാക്കി വെച്ചിരിക്കുന്നത്. भाइयों, पति और पत्नी को परमेश्वर ने इसलिए एक साथ इस रिश्ते में रखा है कि अगर पत्नी परमेश्वर की इच्छा के खिलाफ गलत रास्ते पर जाती है तो पति उसको रोके, अगर पति परमेश्वर की इच्छा के खिलाफ गलत रास्ते पर जाता है तो पत्नी उसको रोके। इसीलिए परमेश्वर ने हमें एक परिवार में, इस रिश्ते में जोड़कर रखा है। എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നിങ്ങളോട് ഞാനൊരു വാക്കു പറയട്ടെ. നിന്റെ ഭർത്താവ് നിത്യനരകത്തിലെത്തിയെങ്കിൽ അതിനൊരു ഉത്തരവാദിത്വം നിനക്കുണ്ട്. मेरी बहनों, मैं आपसे एक बात कहना चाहता हूं कि आपका पति अगर अनंत नरक में जाता है तो उसके पीछे एक जिम्मेदारी आपकी भी है। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, നിങ്ങളോട് സ്നേഹത്തോടൊരു വാക്ക് ഞാൻ പറയട്ടെ. നിങ്ങളുടെ ഭാര്യമാര് നിത്യനരകത്തിലെത്തിയാൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. मेरे भाइयों, मैं प्रेम से आपसे एक बात कहना चाहता हूं, अगर आपकी पत्नी अनंत नरक में जाती है तो उसके पीछे की एक जिम्मेदारी आपकी भी है। നിന്റെ ജീവിതത്തിൽ നീ കണ്ടോ, നിന്റെ ഭാര്യ ദൈവഹിതപ്രകാരം അല്ലാത്ത രീതിയിൽ ദൈവത്തെ ആരാധിക്കാതെ ലോകത്തിന്റെ വഴിയിലാണെന്ന് പോകുന്നതെന്ന് അറിഞ്ഞിട്ടും നീ അവളെ വിലക്കുവാൻ തക്കവണ്ണം നിനക്ക് ഇടയായിട്ടില്ല എങ്കിൽ നീ ഉത്തരവാദിയാണ്. अगर आपने ये देखा है कि आपकी पत्नी परमेश्वर की आराधना करने की बजाय परमेश्वर की इच्छा के खिलाफ दुनियादारी के पीछे जा रही है, ये देखते जानते हुए भी अगर आप उसे रोकते नहीं है तो जिम्मेदार आप हैं। അതുപോലെ തന്നെ സഹോദരി, അതുപോലെ തന്നെ നിന്റെ ഭർത്താവ് ദൈവഹിതപ്രകാരമല്ലാത്ത വഴികളെ വിട്ടിട്ട് ലോകത്തിന്റെ പിന്നാലെ, പാപത്തിന്റെ പിന്നാലെ നീ പോകുന്നത് കണ്ടിട്ടും അവനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നീ അവന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നീ ഉത്തരവാദിത്വം പറയേണ്ടി വരും. इसी तरह बहन, अगर आप अपने पति को परमेश्वर की इच्छा के खिलाफ दुनियादारी में जाते हुए, पाप में जाते हुए देखने के बावजूद उसको रोकती और टोकती नहीं है, बल्कि उसको खुश करने के लिए उसका साथ देती हैं, तो उसके नरक में जाने की जिम्मेदारी आपकी भी है। ഒരുപക്ഷെ നിങ്ങൾ എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സാരമില്ല സഹോദര സഹോദരി, നീ പറഞ്ഞല്ലോ, അത് മാത്രം മതി, നിന്റെ ഭാഗം ക്ലിയർ ആണ്. शायद आप पूछेंगे कि मेरे कहने से अगर वो नहीं माने तो मैं क्या करूं? कोई बात नहीं भाई बहन, आपको सिर्फ बोलना है, आपका हिस्सा वहां पे साफ हो गया है, आपका അത് काम हो गया മാത്രമല്ല, है। അത് മാത്രം പറയുക മാത്രമല്ല, പക്ഷെ നീ ജീവിച്ചുകൂടെ കാണിക്കണം. सिर्फ बोलना ही काफी नहीं है, आपको जी के भी दिखाना है। അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദം ദൈവത്തോട് നോ പറഞ്ഞു അവന്റെ ജീവിതം കൊണ്ട് അവൻ ഡിസൊബേ ചെയ്തപ്പോൾ. എന്നാൽ പിശാചിനോട് യേശു പറഞ്ഞു, അത് അവന്റെ പാപത്തിൽ കലാശിച്ചത് മാത്രമല്ല, തന്റെ അനുഗ്രഹിക്കപ്പെട്ട താനായിരുന്ന ശ്രേഷ്ഠമേറിയ ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. तो यहाँ पर हम देख सकते हैं कि जब आदम परमेश्वर की आज्ञा को तोड़ता है तो वो परमेश्वर को अपने उस कार्य के द्वारा परमेश्वर को ना कहता है, शैतान को हाँ कहता है। और उसके द्वारा क्या हुआ? न सिर्फ पाप उसकी जिंदगी में आया, बल्कि अदन की वाटिका की जो अच्छी परिस्थितियां थी उन सब से उसको हाथ धोना पड़ता है।
എനിക്ക് ആ ഭാഗത്തേക്ക് പോകുവാൻ തക്കവണ്ണം സമയമില്ല. എന്റെ സബ്ജക്ട് അതല്ല. ഞാൻ ഈ പറയുന്നതിന്റെ ഇടയ്ക്ക് ആ ചിന്ത കടന്നു വന്നത് കൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ആ ഹൗവായോട് പിശാച് ഇതൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തില് പിശാച് ഒരിക്കലും അവളോട് പറഞ്ഞില്ല, ദൈവത്തിനോട് എതിർത്ത് നിൽക്കുമ്പോൾ, ദൈവത്തോട് നീ നോ പറഞ്ഞു കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന കോൺസിക്വൻസസ്, പരിണിത ഫലങ്ങൾ എത്ര രൂക്ഷമായിരിക്കുമെന്നുള്ള സത്യം ഭാവിയെ കുറിച്ച് അവൻ പറഞ്ഞില്ല. जब शैतान के साथ में हव्वा की बातचीत हो रही थी, तो हम देख सकते हैं कि वहां पे शैतान ने हव्वा को ये नहीं बताया कि जब तू परमेश्वर को ना कहेगी, उसकी आज्ञा को जब तोड़ेगी, तो आगे तेरा भविष्य कैसा होगा, उसके दुष्परिणाम क्या क्या होंगे, उसके बारे में शैतान ने उसको कुछ नहीं बताया। നമ്പർ 1 എന്ത് സംഭവിച്ചു? ആത്മീയമായി അവർ മരിച്ചു. 2 ഏദൻ തോട്ടത്തിൽ നിന്ന് അവർ പുറത്തായി. 3 അവരുടെ മക്കളിൽ ഇളയ മോനെ മൂത്ത മകൻ കൊല്ലുന്നത് കണ്ണിന്റെ മുമ്പിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെയും തലമുറകൾ മുഴുവനും പാപത്തിന്റെ വഴിയിൽ വീണ് നിത്യനരകത്തിൽ അവസാനിക്കുന്നത് ആദമിന് കാണേണ്ടതായിട്ട് വന്നു. उनको क्या दुष्परिणाम झेलने पड़ते हैं? सबसे पहला, आत्मिक रूप से उनकी मौत हो जाती है। दूसरा, अदन की वाटिका से उनको बाहर निकलना पड़ता है। और तीसरा, हम देखते हैं उनका बेटा, उन्हीं के दूसरे बेटे को, एक बेटा दूसरे बेटे को मार डालता है। और आने वाली पीढ़ियों में उस आदम का पाप आगे नजर आता है। ഇന്ന് ഏതൊരു മനുഷ്യനോട്, ഏത് നൂറ്റാണ്ടിലുള്ള മനുഷ്യനോട് ചോദിച്ചേ നിന്റെ പാപത്തിന്റെ കാരണം ആരാന്ന് ചോദിച്ചാൽ എല്ലാവരും വിരൽ ചൂണ്ടുന്നത് ആദമിലേക്കായിരിക്കും. आज किसी भी सदी या किसी भी पीढ़ी के आदमी से आप पूछें कि तेरे पाप का कारण क्या है, तो सबकी अंगुलियां उस आदम की ओर उठती हैं। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ മക്കള് നിത്യനരകത്തിലെത്തിയാൽ, എന്റെ മക്കള് നിത്യനരകത്തിലെത്തിയാൽ അവർ വിരൽ ചൂണ്ടുന്നത് എന്റെ നേർക്കായിരിക്കും, നിങ്ങളുടെ നേർക്കായിരിക്കും. मेरे भाइयों और बहनों, अगर आपके बच्चे या मेरे बच्चे अनंत नरक की ओर जाते हैं, तो उनकी उंगलियां हमारी ओर उठेंगी। കാരണം അവരുടെ മുമ്പിൽ നാം ഒരു ദൈവ പൈതലായി ജീവിച്ചെങ്കിൽ, അവരുടെ മുമ്പിൽ ക്രിസ്തീയ വിശ്വാസിയായി ജീവിച്ചിരുന്നെങ്കിൽ, അവരുടെ മുമ്പിൽ നാം ചർച്ചിൽ പോകുന്നതും ദൈവവചനം പഠിക്കുന്നതും അവർ കേട്ടിരുന്നെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ അവർ ദൈവസന്നിധിയിലേക്ക് വരുമായിരുന്നു. क्योंकि अगर हम परमेश्वर की संतान के रूप में उनके सामने जिंदगी बिताते, अगर परमेश्वर पर विश्वास करने वालों के रूप में उनके सामने हम जिंदगी बिताते, अगर वो हमें परमेश्वर से प्रार्थना करते हुए, वचन को पढ़ते हुए सुनते, तो आज नहीं तो कल वो विश्वास में जरूर आते। പലപ്പോഴും നാം പലതും പ്രവർത്തിക്കാതെയാണ് കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. बहुत बार हम खुद कुछ करके नहीं दिखाते और बच्चों को वश में रखना चाहते हैं। മദ്യപിക്കുന്ന ഒരു പിതാവിന് എങ്ങനെ കുഞ്ഞിനോട് പറയാൻ പറ്റും, മോനോട് പറയാൻ പറ്റും നീ മദ്യപിക്കരുതെന്ന്? പുകവലിക്കുന്ന ഒരു അപ്പന് എങ്ങനെ മക്കളോട് പറയാൻ പറ്റും നീ പുകവലിക്കരുതെന്ന്? തമ്പാക്കു തിന്നുന്ന ഒരു അപ്പന് എങ്ങനെ, അല്ലെങ്കിൽ ഒരു അമ്മയ്ക്ക് എങ്ങനെ മോളോട് അല്ലെങ്കിൽ മോനോട് പറയാൻ പറ്റും നീ അത് ചെയ്യരുതെന്ന്? एक शराबी पिता अपने बेटे को शराब पीने से कैसे रोक सकता है? एक बीड़ी सिगरेट पीने वाला पिता अपने बच्चों को बीड़ी सिगरेट पीने से कैसे मना करेगा? और एक जो तंबाकू खाने वाला पिता है या माँ है, वो अपने बेटे को, बेटी को तंबाकू खाने से मना कैसे कर सकते हैं? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ മാതൃകയുള്ള ജീവിതം ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. तो मेरे भाई मेरी बहन, अगर आप अपने बच्चों से प्रेम करते हैं, तो उनके सामने एक आदर्श, एक उदाहरण स्वरूप जिंदगी बिताएं। അതിന് ഏറ്റവും നല്ല മാർഗം കർത്താവ് പറഞ്ഞ വഴിയിൽ ജീവിച്ച് കാണിക്കുക എന്നുള്ളതാണ്. और उसका सबसे अच्छा रास्ता ये है कि आप प्रभु द्वारा दिखाए गए रास्ते पर चलें। അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വചനത്തിലേക്ക് വരാം. ആദം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യേശു പറഞ്ഞത്. तो हम वचन की ओर वापस आते हैं। आदम ने जो कहा, यीशु उसका बिल्कुल उल्टा कहता है। യേശുവിനെ കുറിച്ച് വചനത്തിൽ പറയുന്നിരിക്കുന്ന അവസാനത്തെ ആദം എന്നാണ്. यीशु को वचन अंतिम आदम कहता है। കാരണം എന്തെന്ന് ചോദിച്ചാൽ, ആദം എന്തൊക്കെ ചെയ്തോ അതിനെ റിവേഴ്സ് ചെയ്യുവാനാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. क्योंकि आदम ने जो कुछ किया, उसको पलटने के लिए प्रभु यीशु इस दुनिया में आया। ആദമിന്റെ വഴികളിലൂടെ കടന്നുപോയ മനുഷ്യൻ നരകത്തിലെത്തുവാൻ തക്കവണ്ണം ഇടയാകാതെ അവനെ സ്വർഗത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം കർത്താവ് ഈ ഭൂമിയിൽ വന്നു. आदम के मार्ग पर चलने वाले मनुष्य को नरक में जाने से बचाकर स्वर्ग की ओर ले जाने के लिए प्रभु यीशु इस दुनिया में आया। നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാൻ അത്ര ഇറങ്ങി വന്നിരിക്കുന്നത്.
और हमारे प्रभु ने कहा कि मैं अपनी नहीं अपने पिता की इच्छा पूरी करने के लिए आया हूँ। ആദം പിതാവിന്റെ ഇഷ്ടമല്ല ചെയ്തത്, സ്വന്തം ഇഷ്ടമാണ് ചെയ്തത്. യേശു പറഞ്ഞു, ഞാൻ സ്വന്തം ഇഷ്ടമല്ല ചെയ്യുന്നത്, പിതാവിന്റെ ഇഷ്ടമത്രേ ചെയ്യുന്നത്. आदम ने पिता की नहीं अपनी इच्छा पूरी की, पर यीशु कहता है मैं अपनी नहीं पिता की इच्छा पूरी करने आया हूँ। ഏദൻ തോട്ടത്തിൽ പിശാച് ഹവ്വയുടെ അടുത്തും ആദമിന്റെ അടുത്തും വന്നപ്പോൾ പിശാചിനോട് യേശു പറഞ്ഞു, എന്നാൽ നാം മത്തായിയുടെ സുവിശേഷം 4-ലും ലൂക്കോസ് സുവിശേഷം 4-ലും കാണുവാൻ തക്കവണ്ണം കഴിയും, ഇതേ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു പിശാചിനോട് നോ പറഞ്ഞു. अदन की वाटिका में शैतान जब आदम और हवा के पास में आता है, उन्होंने शैतान को हाँ कहा, लेकिन हम नए नियम में देखते हैं यीशु मसीह के पास में वही शैतान जब आता है तो यीशु उसे ना कहता है, मना कर देता है। പാപത്തെ ജയിക്കുവാനുള്ള ഏക വഴി എന്തെന്ന് ചോദിച്ചാൽ, സഹോദര സഹോദരി, നിന്റെ സ്വകാര്യ ജീവിതത്തിൽ പാപത്തിന്റെ ഇച്ഛയുമായി പ്രലോഭനങ്ങളുമായി പിശാച് കടന്നു വരുമ്പോൾ ഓർക്കുക, യേശു കർത്താവ് നോ പറഞ്ഞതുപോലെ പിശാചിനോട് നോ പറയുവാൻ നമുക്ക് കഴിയണം. पाप को जीतने का एक ही रास्ता है मेरे भाई मेरी बहन, और वो ये है कि जब शैतान आपके विचारों के अंदर परीक्षाओं को लाता है, प्रलोभन देने वाले विचारों को जब लाता है, तो जैसे यीशु ने ना कहा वैसे ही आपको ना कहना सीखना है। ഫേസ്ബുക്കിലായിക്കൊള്ളട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കൊള്ളട്ടെ, സ്നാപ്ചാറ്റ് ആയിക്കൊള്ളട്ടെ, ഏതെങ്കിലും സോഷ്യൽ മീഡിയകളായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നാം എന്തെങ്കിലും കാണുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, കൂട്ടുകാർ എന്തെങ്കിലും പിക്ചറുകൾ അയച്ചു തരുമ്പോൾ, വീഡിയോസ് അയച്ചു തരുമ്പോൾ, നമ്മുടെ ഉള്ളിലെ ജഡം പറയും എനിക്കിത് കാണണമെന്ന്. എന്നാൽ ഓർക്കുക, ഞാൻ ഇതിനോട് നോ പറഞ്ഞിട്ട് എന്റെ കർത്താവിനോട് യേശു പറയണം. चाहे फेसबुक हो, इंस्टाग्राम हो, स्नैपचैट हो या कोई भी सोशल मीडिया हो, उसमें जब हम कुछ भी देखते हैं या हमारे दोस्त जब कोई फोटोज या वीडियोस हमें भेजते हैं और हमारा मन कहता है हमें उसे देखना है, लेकिन हमें उसको ना कहते हुए हमें अपने मन के अंदर ये कहना है कि मैं इसको ना कहूंगा, मेरे प्रभु को मैं हाँ कहूंगा। കാരണം എന്തെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, അത് അത്ര ഈസിയുള്ള കാര്യമല്ല. ചിലപ്പം ആ ഒരു വഴിയിലേക്ക് എത്തുവാൻ തക്കവണ്ണം അനേക മാസങ്ങൾ എടുത്തേക്കാം, അനേക വർഷങ്ങൾ എടുത്തേക്കാം. എന്നാൽ കർത്താവ് നോക്കുന്നത് നിന്റെ ഹൃദയത്തിൽ അതിനുള്ള ആഗ്രഹമുണ്ടോ എന്ന്. पर ऐसा करना इतना आसान नहीं है, क्योंकि हो सकता है इस स्थिति तक पहुंचने में आपको कई महीने या साल तक लग जाए, पर हमारा प्रभु ये देखता है कि क्या इसको ना कहने की इच्छा है आपके अंदर। വീണതിന് ശേഷം, ചെയ്തു പോയതിനു ശേഷം, കണ്ടുപോയതിനു ശേഷം കർത്താവിന്റെ സന്നിധി ചെന്ന് കിടന്ന് കരയുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കർത്താവേ, ഞാൻ ചെയ്തത് തെറ്റാണ്, ഇനി അങ്ങനെ ആകാതിരിപ്പാൻ തക്കവണ്ണം അങ്ങനെ ബലപ്പെടുത്തണമേ, എനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? അതാണ് കർത്താവ് നോക്കുന്നത്. गिर जाने के बाद, देख लेने के बाद, कर बैठने के बाद क्या हम प्रभु के सामने जाकर रोते हैं? क्या हम उससे कहते हैं कि प्रभु मैं फिर से गिर गया हूं, मुझे इससे जीतना है, मुझे इससे बाहर निकलना है? क्या हम प्रभु के सामने ऐसा रो रो कर प्रार्थना करते हैं? इस बात को प्रभु देखता है। യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 1-ലേക്ക് വരുമ്പോൾ 13, 14, 15 വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. याकूब पहला अध्याय उसका 13, 14 और 15वां वचन हम पढ़ के देखेंगे। ദേവദാസനെ ഒന്ന് വായിച്ചേ. जब किसी की परीक्षा हो तो वह यह न कहे कि मेरी परीक्षा परमेश्वर की ओर से होती है, क्योंकि न तो बुरी बातों से परमेश्वर की परीक्षा हो सकती है और न वह किसी की परीक्षा आप करता है, परंतु प्रत्येक व्यक्ति अपनी ही अभिलाषा से खिंचकर और फंसकर परीक्षा में पड़ता है। फिर अभिलाषा गर्भवती होकर पाप को जन्मती है, और पाप जब बढ़ जाता है तो मृत्यु को उत्पन्न करता है। നമ്മളിവിടെ വായിച്ചു കേട്ട വചനഭാഗം എന്താണെന്നറിയാമോ? പരീക്ഷകൾ ദൈവത്തിൽ നിന്നല്ല വരുന്നത്, പക്ഷേ പരീക്ഷ ദൈവം അനുവദിക്കുകയാണ്. हमने यहाँ पर जो वचन पढ़ा वो बताता है कि परमेश्वर परीक्षा नहीं करता है, पर परमेश्वर परीक्षा की इजाजत देता है। നമുക്ക് ഇയ്യോബിന്റെ പുസ്തകത്തിൽ, ബുക്ക് ഓഫ് ജോബിൽ നമുക്കറിയാം, ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബ് അനേക പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി. ആ പരീക്ഷകൾ കൊണ്ടുവന്നത് പിശാചാണ്, പരീക്ഷകളിലൂടെ നടത്തിയത് പിശാചാണ്. പക്ഷെ ആ പരീക്ഷ ദൈവം ഒരു കാലഘട്ടത്തിലേക്ക് അനുവദിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. अय्यूब की पुस्तक में हम जानते हैं कि अय्यूब बहुत सारी परीक्षाओं में से होकर गुजरता है। उसकी परीक्षा शैतान करता है, परीक्षाएं शैतान लेकर आता है, लेकिन कुछ समय के लिए परमेश्वर उसकी अय्यूब की परीक्षा करने की इजाजत शैतान को देता है। യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. याकूब की पत्री में हम इस बात को पढ़ते हैं कि अभिलाषा गर्भवती होकर पाप को जन्म देती है।
ഈ മോഹം കൊണ്ടുവരുന്നത് ആരാണ്? നമ്മുടെ ജഡത്തിൽ. മോഹം, പിശാച് നമ്മുടെ മുമ്പിൽ പ്രലോഭനങ്ങളെ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ അരുതാത്ത ചില കാഴ്ചകൾ കാണിക്കുമ്പോൾ, അരുതാത്ത ചില വ്യക്തികളെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ, എല്ലാം അനുകൂലമായിരിക്കുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ, ആരും കാണുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത കൊണ്ടുവരുമ്പോൾ, ആ മോഹം അതിനെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ, നമ്മുടെ അകത്തു നിന്ന് നമ്മൾ ആ മോഹത്തെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആണ് പാപം സംഭവിക്കുന്നത്. जब शैतान हमारे दिल में अभिलाषाएं लेकर आता है, कुछ ऐसे चीजों को हमारे सामने लेकर आता है जो गलत है, कुछ ऐसे लोगों को हमारे सामने लाता है जो गलत है, वो अभिलाषा हमारे अंदर डालता है और माहौल वो ऐसा वाला कोई जानने वाला नहीं है। उस समय अगर हम उस अभिलाषा को अपने अंदर स्वीकार कर लेते हैं, उसमें अगर गिर जाते हैं अपने दिल के अंदर ही, तो वो पाप को जन्म देती है। ഞാനൊരു കാര്യം പറയാം. അതിന്റെ എക്സാമ്പിൾ, ഒരു പുരുഷനും ഒരു സ്ത്രീയും അവർ രണ്ടിടത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർക്കൊരു മകനോ ഒരു മകളോ ഉണ്ടാകുകയില്ല. ഗർഭം ധരിക്കണമെന്നുണ്ടെങ്കിൽ there has to be a conception. Two must be united together. അവർ രണ്ടുപേരും ഒന്നായിത്തീരുന്ന പ്രക്രിയയിലൂടെ മാത്രമേ ഒരു സന്തതി ഉളവാകുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്ന കൺസീവ് അല്ലെങ്കിൽ കൺസെപ്ഷൻ എന്ന വാക്ക് ഉദ്ദേശിച്ചിരിക്കുന്നത്. मैं एक उदाहरण बताता हूँ। एक पुरुष और एक स्त्री अगर दो अलग अलग जगहों पर रहते हैं तो कभी भी उनके एक संतान उत्पन्न नहीं हो सकती। अगर संतान उत्पन्न होनी है तो उन दोनों को एक जगह आना होगा, उनका मिलना, शारीरिक रिश्ता जरूरी है। बिल्कुल यही शब्द यहाँ पर इस्तेमाल किया गया है गर्भ धारण के लिए, कि पाप को वो गर्भवती, अभिलाषा गर्भवती होती है और पाप को जन्म देती है। അപ്പോൾ എന്തെല്ലാം മോഹങ്ങൾ വന്നെന്ന് പറഞ്ഞാലും എൻ്റെ ഹൃദയത്തിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് അതിനെ സ്വീകരിച്ച് ആ കൺസെപ്ഷൻ നടന്നില്ല എങ്കിൽ ഞാൻ പാപം ചെയ്യത്തില്ല. तो चाहे कितनी भी तरह की अभिलाषाएं मेरे मन में आए, जब तक मैं अपने मन में उसको स्वीकार नहीं करता, जब तक वो गर्भ धारण नहीं होता, तब तक पाप उत्पन्न नहीं होता। എബ്രായ ലേഖനം 4-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജീസസ് ടു വാസ് ടെംപ്റ്റഡ് ഇൻ ഓൾ തിങ്സ് ആസ് വി ആർ. നമ്മളെ പോലെ തന്നെ സകല കാര്യങ്ങളും എല്ലാ കാര്യത്തിലും യേശു കർത്താവും പരീക്ഷിക്കപ്പെട്ടുവെന്ന് എബ്രായ ലേഖനം 4-ന്റെ-15 നമ്മൾ വായിക്കുന്നു. എന്നാൽ അവിടുന്ന് പാപം ചെയ്തില്ലെന്ന്. इब्रानियों 4:15 में हम पढ़ते हैं कि यीशु भी हमारी ही तरह परखा गया, पर फिर भी उसने कोई पाप नहीं किया। അതിന്റെ അർത്ഥം കർത്താവ് അതുമായിട്ട് എഗ്രി ചെയ്തില്ല, അതുകൊണ്ട് അവൻ പാപം ചെയ്തില്ല. इसका मतलब ये है कि वो परखा तो गया, पर वो उन पापों से, उन परीक्षाओं से सहमत नहीं हुआ, इसलिए उसने पाप नहीं किया। ഇങ്ങനെ ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, സോറി, you can't prevent birds flying over your head, but you can prevent them putting a nest on your head. अंग्रेजी में कहावत है कि आप पक्षियों को अपने सिर के ऊपर से उड़ने से नहीं रोक सकते हैं, पर आपके सिर पर घोंसला बनाने से आप उनको रोक सकते हैं। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ നാളുകളിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. तो इसलिए मेरे भाइयों, इन दिनों में इस विषय के बारे में हमें बहुत ज्यादा प्रार्थना करने की जरूरत है। Temptation is not sin. परीक्षा पाप नहीं है। അതിന്റെ അർത്ഥം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക സഹോദരങ്ങളെ. അരുതാത്ത ഒരു കാര്യം നമ്മൾ കണ്ടുപോകുന്നത് ഒരിക്കലും പാപമല്ല. मैं उसको थोड़ा समझाने की कोशिश करता हूँ। कोई गलत चीज अगर हम अचानक देख लेते हैं, वो पाप नहीं है। നമ്മൾ അത് പാപം ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അരുതാത്ത ഒരു, പ്രത്യേകിച്ച് ഞങ്ങൾ ഈ താമസിക്കുന്ന ഈ ദേശത്തൊക്കെ റോഡിന്റെ സൈഡുകളിലൊക്കെ പാപം കാണാൻ പറ്റും. എന്നാൽ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പാപസംബന്ധമായ ഒരു കാര്യം ഞാൻ കാണുന്നത് നാച്ചുറലി ഞാൻ നോക്കിപ്പോകുന്നുണ്ട്, അത് പാപമല്ല. പക്ഷേ സെക്കൻഡ് ലുക്ക് ഈസ് സിൻ. ഞാൻ രണ്ടാമതൊന്ന് ഒന്നുകൂടെ തിരിഞ്ഞു നോക്കുന്നതാണ്, രണ്ടാമത്തേതാണ് പാപം. हम गाड़ी चलाते हुए कहीं जा रहे हैं, खास तौर से जिस जगह पे मैं रहता हूँ, वहां पर आप जब गाड़ी पे निकलते हैं, सड़क के दोनों ओर आपको पाप बहुत नजर आता है, तो वो स्वाभाविक है कि आपकी नजरें पड़ेंगी, पर वो पाप नहीं है। लेकिन अगर आप दोबारा उसकी ओर मुड़कर देखते हैं, फिर से अगर आप मुड़कर देखते हैं, वो पाप है। അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രലോഭനങ്ങൾ പാപമാണെന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. നമ്മൾ എല്ലാവരും പ്രലോഭിപ്പിക്കപ്പെട്ടേക്കും, പരീക്ഷിക്കപ്പെട്ടേക്കും. നമ്മളിപ്പോൾ വായിച്ച എബ്രായ ലേഖനം 4-ന്റെ-15 പറഞ്ഞു, നമ്മുടെ കർത്താവും പരീക്ഷിക്കപ്പെട്ടു, കർത്താവിന്റെ മുമ്പിലും പരീക്ഷകൾ വന്നു. പക്ഷേ നമ്മൾ അതിനെ എഗ്രി ചെയ്തിട്ട് നമ്മൾ അതിനെ എൻജോയ് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഈൽഡ് ചെയ്യുമ്പോഴാണ് വി സിൻ. तो मेरे भाइयों, कभी भी ये मत सोचिएगा कि परीक्षा में पढ़ना वो पाप है।
हम सब परीक्षा में पढ़ते हैं और इब्रानियों की पुस्तक ये कहते हैं कि हमारे प्रभु की भी परीक्षा हुई, पर वो उससे सहमत नहीं हुआ। जब हम उससे सहमत होते हैं, जब हम उसके सामने झुक जाते हैं, जब हम उसमें गिर जाते हैं, तब वो पाप होता है। അതുകൊണ്ട് ഈ പ്രലോഭനങ്ങളുമായിട്ട് നമ്മൾ ഒരിക്കലും കളിക്കുവാനായിട്ട് പോകരുത്. നെവർ പ്ലേ വിത്ത് ടെംപ്ടേഷൻ. इसलिए कभी भी परीक्षाओं से खेलने की कोशिश ना करें। അതുകൊണ്ടാണ് 2 തീമോത്തി 2:22 പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിലൂടെ തീമോത്തിയോട് ഒരു കാര്യം സംസാരിച്ചിരിക്കുന്നത്. इसीलिए 2 तीमुथियुस 2:22 में पवित्र आत्मा प्रेरित पौलुस से एक बात कहता है। ദേവദാസന ഒന്ന് വായിച്ചേ. 2 തീമോത്തി 2:22. 2 तीमुथियुस 2:22, जवानी की अभिलाषाओं से भाग, और जो शुद्ध मन से प्रभु का नाम लेते हैं उनके साथ धर्म और विश्वास और प्रेम और मेल मिलाप का पीछा कर। അവിടെ എഴുതിയിരിക്കുന്നത് വി ആർ ടു റൺ അവേ ഫ്രം ടെംപ്ടേഷൻസ്. वहां पर लिखा है हमें जवानी की अभिलाषाओं से भागना है। പാപം നമ്മളെ വീഴ്ത്തുമെന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ദൈവത്തെ ഭയപ്പെടുന്നവരാണെങ്കിൽ നാം ആ ഭാഗത്തു നിന്ന് ഓടി മാറിയേക്കണം. जब हमें लगता है कि ऐसी कोई परिस्थिति बन रही है जहां पर मैं पाप में गिर सकता हूं, और अगर हम परमेश्वर का भय मानते हैं तो उस जगह से, उस परिस्थिति से हमें भाग निकलना है। പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ കമ്പ്യൂട്ടറൊക്കെ കളിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കമ്പ്യൂട്ടറുകൾ ഒന്നും തന്നെ അവർക്ക് ഒറ്റയ്ക്കിരിക്കാമെന്ന മുറിയിൽ ആരും കാണാത്ത രീതിയിൽ വെച്ച് കൊടുക്കരുത്. खास तौर से बच्चे अगर वो कंप्यूटर पे खेलते हैं या कंप्यूटर पे पढ़ाई करते हैं तो उन बच्चों को कभी भी अकेले कमरे में कंप्यूटर का इस्तेमाल न करने दें। അത് ഡോറിന് അഭിമുഖമായിട്ട് നമ്മൾ വെക്കണം. കാരണം ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ക്രീനിലുള്ളത് എന്താണെന്ന് കാണത്തക്ക രീതിയിൽ വെക്കണം. और वो कंप्यूटर कमरे में दरवाजे के सामने होना चाहिए कि दरवाजे के अंदर कोई आता है तो स्क्रीन सामने नजर आए कि वो क्या चल रहा है उसमें। ആ കുഞ്ഞിനൊരു ഭയം ഉണ്ടാകണം. ഞാൻ എന്തെങ്കിലും കണ്ടാൽ എന്തെങ്കിലും കേട്ടാൽ എന്റെ ആരെങ്കിലും വന്ന് പെട്ടെന്ന് കാണുമെന്നൊരു ഭയം ഉണ്ടാവണം. उस बच्चे के अंदर ये डर होना चाहिए कि अगर मैं कुछ गलत देखता हूँ, सुनता हूँ, तो कोई भी अचानक से आके मुझे देख सकता है। അതുപോലെ തന്നെ 16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചൊന്ന് നോക്കണം. और इसी तरह अगर बच्चे 16 से कम की उम्र के हैं तो उनके पास अगर आपने मोबाइल दे रखा है तो बीच बीच में उनका मोबाइल लेकर आप देखें। ഒരു പക്ഷേ നമുക്കൊന്നും അറിയത്തില്ലായിരിക്കും നോക്കാൻ, അതിനകത്ത് കാണുവാനൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷേ എങ്കിലും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അത് വാങ്ങിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുകയോ ഒന്ന് ഞെക്കി നോക്കുകയോ ഒക്കെ ചെയ്യണം. हो सकता है हमें मोबाइल को जांचना या देखना नहीं आता हो, फिर भी बच्चों को दिखाने के लिए कम से कम मोबाइल अपने हाथ में लेकर इधर उधर दबा के कुछ देखना है। എന്തിനാണെന്നറിയാമോ? കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു ഭയം വരുത്തുവാനാണ്. അവരരുതാത്തത് കാണാതിരിക്കുവാൻ, അരുതാത്തത് കേൾക്കാതിരിക്കുവാൻ, എന്റെ പപ്പ കാണും, എന്റെ മമ്മി കാണും എന്നുള്ളൊരു ഭയം വരുത്തുവാനാണ്. सिर्फ इसलिए कि बच्चों के मन में ये डर रहे कि अगर मैं कुछ गलत देखता, सुनता हूँ, कुछ करता हूँ तो मेरे पापा को पता चल जाएगा, मेरी मम्मी को पता चल जाएगा। ये सिर्फ डर उनके अंदर उत्पन्न करने के लिए। സഹോദരന്മാരെ, സഹോദരിമാരെ, അതുപോലെ സമാനമായി നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി സംഭവിക്കുന്നത് എവിടെയാണ്? ഏതെങ്കിലും കൂട്ടുകെട്ടുകളിലാണ് തോൽവി സംഭവിക്കുന്നതെങ്കിൽ ആ കൂട്ടുകെട്ട് വേണ്ടെന്ന് വെക്കണം. ഏതെങ്കിലും ഫ്ലർട്ടേഷ്യസ് ആയിട്ടുള്ള വുമൻ അല്ലെങ്കിൽ നമ്മളെ വശീകരിക്കുന്ന സ്ത്രീകളിൽ നമ്മളെ അടുത്ത് വരുന്നെങ്കിൽ, ജോലി സ്ഥലത്തുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. പുരുഷന്മാരുണ്ടെങ്കിൽ അവർ മാറത് ദൂരത്ത് അവരുമായിട്ടുള്ള ഡിസ്റ്റൻസ് വെക്കണം. അങ്ങനെയുള്ളവരുടെ മുമ്പിൽ പോകരുത്. ഒരിക്കലും അങ്ങനെയുള്ളവരുമായിട്ടുള്ള അടുപ്പത്തിൽ പോകരുത്. ഒറ്റയ്ക്ക് ഒരു മുറിയിലാവരുത്. അവരുടെ കൂടെ യാത്ര ചെയ്യരുത്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം. इसी तरह भाइयों और बहनों, आपके जीवन में ऐसा क्या है? क्या दोस्ती है जो आपको पाप में गिराती है? तो उस दोस्ती से आप दूर रहें। अगर आप नौकरी की जगह पर आप काम करते हैं, कहीं नौकरी करते हैं, वहां पे कोई ऐसी औरत है या कोई ऐसा पुरुष है जिसके साथ में आप पाप की अभिलाषा में पड़ते हैं, तो कभी भी उनके साथ अकेले न रहें, उनसे दूरी बनाकर रखें। एक कमरे में उनके साथ अकेले न रहें, उनके साथ अकेले यात्रा न करें। ഇതൊക്കെ കാണുമ്പോൾ കർത്താവിന് മനസ്സിലാകും നമ്മൾ പാപത്തെ, പ്രലോഭനത്തെ, ടെംപ്ടേഷൻസിനെ സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്നുവെന്ന്. इन सब चीजों को जब हमारा प्रभु देखता है तो उसे पता चल जाता है कि हम परीक्षा को या प्रलोभन को गंभीरता से लेते हैं। ഇങ്ങനെ എടുക്കുന്ന ഒരു വ്യക്തി ഓരോ ദിവസം കഴിയുമ്പോഴും ദൈവത്തിന്റെ കൃപ ധാരാളമായി പ്രാപിച്ചുകൊണ്ടിരിക്കും. इस तरह चलने वाला, जिंदगी जीने वाला व्यक्ति दिन प्रतिदिन परमेश्वर के अनुग्रह को ज्यादा से ज्यादा पाता रहता है। നമ്മൾ റെവലേഷൻ അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട്, ഇങ്ങനെ ജയിക്കുന്നവൻ എന്നോട് കൂടെ ഞാൻ ഇരിക്കുന്നിടത്തിരിക്കുമെന്ന്.
प्रकाशित वाक्य 3:21 में हमारा प्रभु कहता है कि जो इस तरह से जय पाएगा उसे मैं उसी सिंहासन पर जहां मैं बैठा हूं वहां बैठाऊंगा। അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പറയുന്നത്, കർത്താവിന്റെ അടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ജയിക്കുന്നവരായി തീരണം, പരീക്ഷകളെ ജയിക്കുന്നവരായി തീരണം. इसलिए मैं फिर से कहना चाहता हूं कि अगर आप वहां बैठना चाहते हैं या रहना चाहते हैं जहां प्रभु है, तो हमें परीक्षाओं पर जीतना जरूरी है। സോ ഡോണ്ട് പ്ലേ വിത്ത് ടെംപ്ടേഷൻസ്. इसलिए परीक्षाओं से या अभिलाषाओं से खेलने की कोशिश ना करें। അടുത്ത 2 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. अगले 2 मिनट में मैं अपने शब्दों को समाप्त करना चाहता हूं। നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കി, റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു പോയിട്ട് ദൂരെ നിന്ന് ട്രെയിൻ വരുന്ന കാണുമ്പോൾ ഒരു 3-4 കുട്ടികളിൽ ഒരാൾ പറയാന്ന് ചോദിച്ചോ, ഒരു ബെറ്റ് വെക്കുകയാണെന്ന് ചോദിച്ചോ, നമ്മളിൽ ആർക്ക് ഈ പ്ലാറ്റ്ഫോമിന്റെ അങ്ങേ അറ്റത്ത് പോയി നിൽക്കാൻ പറ്റുമോ? आप सोच के देखिए कि रेलवे स्टेशन पे है, वहां पे 3-4 बच्चे स्टेशन पे प्लेटफॉर्म पे खड़े हैं और वो गाड़ी को पास में आते हुए देखकर ये कहते हैं, शर्त लगाते हैं आपस में कि हम में से कौन सबसे पहले इस प्लेटफॉर्म के अंत में पहुंच सकता है। അറ്റത്തല്ല, അതിന്റെ എഡ്ജില്, ട്രെയിനിന്റെ സൈഡിലുണ്ടല്ലോ നമ്മൾ ഇറങ്ങുന്നിടത്ത് പ്ലാറ്റ്ഫോം, किनारे पर कौन हम में से सबसे ज्यादा बिल्कुल किनारे पर जा सकता है जब वो ट्रेन आ रही है। അങ്ങനെ പറയുന്ന 4-5 കുട്ടികളെ കാണുമ്പോൾ അടുത്ത് നിൽക്കുന്ന നമ്മൾ എന്താ കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ പ്ലേ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് കൊണ്ടാണ്. अगर ऐसे कुछ बच्चों को हम बोलते हुए आपस में शर्त लगाते हुए देखते हैं तो हम उनसे क्या कहेंगे? हम ये कहेंगे कि तुम अपनी जिंदगी से खेल रहे हो। അഥവാ അവരത് കേട്ടില്ല എങ്കിൽ നമുക്കറിയാം, ആദ്യം പോയി നിൽക്കുന്ന കുട്ടി ട്രെയിൻ വരുമ്പോൾ താഴെ പോകും. और अगर हमारा कहना वो नहीं मानते हैं तो हमें पता है कि जो सबसे आगे बच्चा खड़ा होगा ट्रेन के आते ही वो उसके नीचे जाएगा। അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ക്ലിഫില്, ഏതെങ്കിലും ഒരു പാറക്കെട്ടിന്റെ മുനമ്പ് ക്ലിഫിൽ ചെല്ലുമ്പോൾ കുറച്ചു പേര് കൂടി നിന്ന് പറയാന്ന് വെച്ചാൽ, ഈ ക്ലിഫിന്റെ, ഈ പാറക്കെട്ടിന്റെ മുനമ്പിൽ ഏറ്റവും അറ്റത്ത് പോയി നിൽക്കുവാൻ ആർക്ക് ധൈര്യമുണ്ടെന്ന് ചോദിച്ചാൽ അതിനെന്തായിരിക്കും മറുപടി? വിവേകമുള്ളവൻ ഒരിക്കലും ആ ഒരു ബെറ്റിന് മുതിരത്തില്ല, കാരണം അതെന്റെ ജീവിതവുമായിട്ടുള്ള കളിയാണ്. इसी तरह से कोई पहाड़ की चोटी के ऊपर मान लो इस तरह से 3-4 लोग शर्त लगाते हैं कि कौन इस चोटी के बिल्कुल मुहाने पर अंतिम सिरे पर जाकर खड़ा होगा, तो जिसके अंदर दिमाग है वो कभी भी ऐसा काम नहीं करेगा, क्योंकि उसको पता है ये मेरी जिंदगी से खिलवाड़ करना होगा। അതുകൊണ്ടാണ് 2 തീമോത്തി 2:22 തീമോത്തിയോട് പൗലോസ് പറയുന്നത്, നീ ഈ മോഹങ്ങളെ വിട്ട്, യൗവന മോഹങ്ങളെ വിട്ട് ഓടണം. इसीलिए 2 तीमुथियुस 2:22 में पौलुस तीमुथियुस से कहता है कि तू जवानी की अभिलाषाओं से भाग। ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും കരുതരുത് എനിക്ക് വിൽ പവർ ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും വിൽ പവർ ഉണ്ട്. പാപം എന്നതിനെ ജയിക്കുവാനുള്ള കഴിവുണ്ടെന്ന്. none of us have any will power. यहाँ पे जो बैठे हैं मेरी बात को सुनने वाले, कभी भी ये मत सोचिएगा कि हमारे अंदर इच्छा शक्ति, हम सबके अंदर इच्छा शक्ति है, पर कभी भी ये मत सोचिएगा कि पाप पर जीतने की इच्छा शक्ति हमारे अंदर है। നമുക്ക് ആർക്കും പാപത്തെ ജയിക്കുവാനുള്ള ഇച്ഛാശക്തിയില്ല. പാപം വന്നു പോയാൽ, കൃപയില്ലെങ്കിൽ നമ്മൾ വീണുപോകും. पाप को जीतने की इच्छा शक्ति हम में से किसी के अंदर नहीं है। अगर पाप आया तो हम गिर जाएंगे। ആ വീഴുന്ന സമയത്താണ് കർത്താവ് വരുന്നതെങ്കിൽ, ആ വീഴുന്ന സമയത്താണ് നാം മരിക്കുന്നതെങ്കിൽ, നാം ഒരിക്കലും സ്വർഗത്തിൽ എത്തുകയില്ല, നിത്യനരകത്തിൽ വീണുപോകും. और जब हम पाप में गिरते हैं उस समय अगर प्रभु आता है या उस समय अगर हमारा अंत होता है तो फिर हम प्रभु के साथ नहीं, हमेशा हमेशा के लिए नरक की ओर जाएंगे। ഈ പരീക്ഷയെ കുറിച്ച് പഠിക്കുവാൻ തക്കോണം വളരെ കാര്യങ്ങൾ ഇനി ബാക്കിയുണ്ട്. കർത്താവ് വന്നില്ല എങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ബാക്കി കേൾക്കാം. इस परीक्षा के बारे में और भी बहुत कुछ सीखने लायक है। प्रभु के आगमन में अगर देरी होती है तो अगले हफ्ते हम उनको सुनेंगे। കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. हम अपने सिरों को प्रभु की उपस्थिति में झुकाएंगे। പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രമപ്പ. അങ്ങയുടെ തിരുവചനം കേൾക്കുവാൻ തക്കമുള്ള കൃപ ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. അങ്ങയുടെ ദാസനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് വീണ്ടും ഒരു അവസരം തന്നതിനായിട്ട് സ്തോത്രം. മനോഹരമായി കർത്താവെ, എനിക്കറിയാത്ത ഭാഷയിൽ, സഹോദരങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ ലളിതമായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുവാൻ കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. അധികം വർദ്ധിപ്പിക്കണമേ. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമാക്കിയിരിക്കുന്ന ശുശ്രൂഷകളിൽ കർത്താവെ അഭിഷേകം അധികമായി പകർന്ന് ശക്തീകരിച്ച് ഹാലിലെ ആ നാളിൽ അങ്ങയുടെ സന്നിധി നിൽക്കുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസുനെ എന്നുള്ള വിളി കേൾപ്പാൻ അങ്ങയുടെ ദാസുനെ അഭിഷേകം ചെയ്ത് കൃപയിൽ സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ ദാസീദാസന്മാരെ, അങ്ങയുടെ ജനത്തെ ഓർത്തടിയാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കേട്ട വചനമുള്ള ഹൃദയങ്ങളെ സ്വീകരിപ്പാൻ തക്കവണ്ണം വീണ് കിടക്കുന്ന ചിലർ എഴുന്നേൽക്കും
നിൽക്കുവാൻ തക്കവണ്ണം, തോറ്റിരിക്കുന്ന ചിലർ ബലം പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവെ പരീക്ഷയെ ഭയപ്പെടുന്ന ചിലർ ഇന്നത്തെ രാത്രികാലം കേട്ട വചനത്തിൽ ധൈര്യപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭ ശുദ്ധീകരിക്കപ്പെടണമേ, ദൈവദാസന്മാരും ദാസിമാരും ബലപ്പെടണമേ കർത്താവെ. അങ്ങയുടെ രാജ്യത്തിന്റെ പണി ഹല്ലേലൂയ ശക്തമായി വർദ്ധിപ്പാൻ സ്വർഗം ഈ വചനത്താൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന് മുഖാന്തരം ഒരുക്കിയ എല്ലാ ദൈവദാസിദാസന്മാരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹിച്ചാട്ട് കൃപ അധികമായിട്ട് പകർന്നാട്ട് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. സകലത്തിലും അങ്ങയുടെ നാമം മഹിമപ്പെടുത്തണം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അടിയങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നിർത്തിക്കാം. हम एक बार और प्रार्थना करेंगे। पिता परमेश्वर, हम आपका धन्यवाद करते हैं सच्चे समय के लिए प्रभु, आपकी उपस्थिति के लिए हम आपका धन्यवाद करते हैं परमेश्वर। आपके प्रभु वचनों के लिए, सामर्थ्य वचनों के लिए हम आपका धन्यवाद करते हैं प्रभु। एक और बार प्रभु अपने दास के माध्यम से प्रभु आपने हमसे बातचीत की, हम आपका धन्यवाद करते हैं परमेश्वर। होने पाए प्रभु कि आज का ये जो वचन का प्रचार है प्रभु, हम में से हर एक की जिंदगी में एक बदलाव का कारण बनने पाए प्रभु। हम प्रार्थना करते हैं परमेश्वर हर एक के लिए प्रभु एक नई शुरुआत का समय आज होने पाए परमेश्वर। जो परमेश्वर बार बार गिरते रहे हैं प्रभु, बार बार हारते रहे हैं प्रभु, बार बार निराशा का शिकार होते रहे हैं प्रभु, हम प्रार्थना करते हैं आप एक ऐसा अनुग्रह दें प्रभु, एक इच्छा उनके अंदर जगाएं परमेश्वर कि अब से परमेश्वर वो गिरने वाले नहीं प्रभु, आपकी उपस्थिति में स्थिर रहने वाले बनने पाए प्रभु। हर एक की मदद कर, सहायता कर। आपके दास के लिए हम आपका धन्यवाद करते हैं प्रभु। सच्चे वचन का सच्चाई से प्रचार करने के लिए प्रभु अपने दास को आपने जो तैयार किया उनके लिए हम आपका धन्यवाद करते हैं परमेश्वर। अपने दास को प्रभु अपनी सामर्थ्य से भर, शरीर में बल और तंदुरुस्ती दे, अपने आत्मा के अभिषेक से भर, उनके परिवार को, सेवकाई को हम आपके हाथों में देते हैं। बहुत आयत से आशीष दे प्रभु, और भी बहुतों के लिए एक बड़ी आशीष का कारण बना। हम सब जितने लोग इकट्ठे हैं प्रभु, हर एक को हम आपके हाथों में समर्पित करते हैं प्रभु। हम जब इस दुनिया में जिंदगी बिताते हैं प्रभु, तो हम एक आपके परमेश्वर मार्गों पर चलने वाले बनने पाए प्रभु। आपने जो आदर्श हमें दिखाया प्रभु, उसी आदर्श पर, आपके पद चिन्हों पर चलने में परमेश्वर आप हमारी मदद करें, सहायता करें प्रभु। सिर्फ नाम के नहीं प्रभु, हम असल में प्रभु अंदर और बाहर प्रभु हर तरह परमेश्वर हम आपके चेले कहलाने पाए प्रभु, आपकी संतान कहलाने पाए। ऐसी एक जिंदगी जीने का अनुग्रह आप हमें दे प्रभु, हम प्रार्थना करते हैं। परीक्षाओं को जीतने का अनुग्रह आप हमें दे प्रभु, स्थिर रहने का अनुग्रह हमें दे प्रभु, और आखिरी सांस तक प्रभु आपके प्रति वफादार बने रहने का अनुग्रह हम में से हर एक को आप दें। आए हुए सारे भाई बहनों के लिए, आपके दासों के लिए हम आपका धन्यवाद करते हैं। सबको बहुत आयत से आशीष दे। आपके उपकारों के लिए धन्यवाद प्रभु। परमेश्वर पवित्र आत्मा आपकी उपस्थिति के लिए धन्यवाद करते हैं। सारा आदर, सारी महिमा हम आपके नाम को समर्पित करते हैं प्रभु। यीशु मसीह के नाम से मांगते हैं,